ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹേൻ്റെ ഫാൻസായിട്ട്. പക്ഷേങ്കിൽ ഇറ്റാച്ചിനെ അതുപോലെ തന്നെ ഹെയ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഇറ്റാച്ചി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് നമ്മുടെ സ്റ്റോറിയിലെ ഇമ്പോർട്ടൻസ് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലാണ്. എന്താണെന്നല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഇറ്റാച്ചി ഒരിക്കലും നമ്മുടെ അക്കാട്സ്കി എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? നമ്മൾ വിചാരിക്കുന്നതിലും ഡാർക്കായിരിക്കും നമ്മുടെ നറൂട്ടോ എന്ന് പറയുന്ന സ്റ്റോറി. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓബിറ്റോ തൻ്റെ പ്ലാൻസ് ഒന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള ഒറ്റ കാരണം നമ്മുടെ ഇറ്റാച്ചിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റാച്ചി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഓബിറ്റോന് പെട്ടെന്നൊന്നും കൊനോഹനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ നറൂട്ടോന് അത്രയും ടൈം കിട്ടിയതും നമ്മുടെ നറൂട്ടോന് സ്ട്രോങ് ആയി മാറാൻ പറ്റിയതും. ഇറ്റാച്ചി ഇല്ലായിരുന്നെങ്കിൽ അക്കാട്സ്കി പെട്ടെന്ന് തന്നെ നമ്മുടെ നറൂട്ടോനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊനോഹയിലേക്ക് വരികയും കൊനോഹയിൽ നിന്ന് ഈസി ആയിട്ട് നമ്മുടെ നറൂട്ടോനെയും അതുപോലെ തന്നെ മറ്റുള്ള ടൈൽഡ് ബീസ്റ്റിനെ കൊണ്ടുപോവുകയും 4th ഗ്രേഡ് നിഞ്ച വാർ നമ്മൾ കണ്ടതിന് മുന്നിട്ട് തന്നെ ആരംഭിക്കുകയും ചെയ്യും. ആ വാറിൻ്റെ അവസാനം നമ്മുടെ അക്കാട്സ്കിയുടെ ലക്ഷ്യം പൂർണ്ണമാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായ നറൂട്ടോനേക്കാളും ഇമ്പോർട്ടൻസ് നമ്മുടെ ഇറ്റാച്ചി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനുണ്ട്. ഈ ഒരു കാര്യം അറിയാതെ ഇറ്റാച്ചിക്ക് എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് കൂടി ഒന്ന് അയച്ചു കൊടുത്തേക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.